ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് റിവിഷൻ നടത്താം. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല എന്ന് നമുക്കറിയാം. ഓണപരീക്ഷ മുതൽ ഈ ചാപ്റ്ററിൻ്റെ എക്സാം നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ചാപ്റ്റർ ആയിരിക്കും. എന്നാലും ഒന്ന് എൻ്റെ കൂടെ ഒന്ന് പഠിച്ചു പോവുക. ആദ്യം നമ്മൾ പഠിക്കുന്നത് സൊല്യൂബിലിറ്റിയാണ്. ഒരു പർട്ടിക്കുലർ എമൗണ്ട് സോൾവെൻ്റ് എടുത്തിട്ട് കുറച്ച് സോൾവെൻ്റ് എടുത്തടാ, അതിൽ കൊള്ളുന്ന സൊല്യൂട്ടിൻ്റെ അളവിൻ്റെ പേരാണ് സൊല്യൂബിലിറ്റി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കും. അതായത് ഒരു സോൾവെൻറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര വേണേലും ഉപ്പിട്ട് കലക്കാൻ പറ്റില്ലല്ലോ. അതിൽ കൊള്ളുന്ന ഒരു മാക്സിമം എമൗണ്ട് ഇല്ലേടാ, ആ മാക്സിമം എമൗണ്ടിൻ്റെ പേരാണ് സൊല്യൂബിലിറ്റി. ആ സൊല്യൂബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളാണ് ആദ്യം ഓർക്കേണ്ടത്. ഫാക്ടർ ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് ആ സൊല്യൂഷൻ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കണം. ചില സൊല്യൂഷൻസ് സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് വെള്ളത്തിലിട്ടാൽ സോളിഡ് ഇൻ ലിക്വിഡാണ്, പഞ്ചസാര വെള്ളത്തിലിട്ടാൽ സോളിഡ് ഇൻ ലിക്വിഡാണ്. അങ്ങനത്തെ ടൈപ്പ് സൊല്യൂഷനിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്താണ് ഓർത്ത് വെക്കണേ. എടാ, ഈ ഒരു സോളിഡിനെ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ ആ ഡിസോൾവ് ചെയ്യുന്ന പ്രോസസ്സ് ചിലപ്പോൾ എക്സോതെർമിക് ആയിരിക്കും, അഥവാ ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നതായിരിക്കും. ചിലപ്പോൾ എൻഡോതെർമിക് ആയിരിക്കും, ഹീറ്റിനെ അകത്തേക്ക് എടുക്കുകയായിരിക്കും. എക്സോതെർമിക് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂബിലിറ്റി ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഓർത്ത് വെക്കണേ, ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓർത്ത് വെച്ചോ, സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ എക്സോതെർമിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും, എൻഡോതെർമിക് ആണെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്, ഒരു സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനിൽ പ്രഷറിൻ്റെ എഫക്റ്റ് എന്താണ്? പ്രഷറിന് നോ എഫക്റ്റ്. ഓർത്ത് വെച്ചോ, പ്രഷറിന് എഫക്റ്റേ ഇല്ല. ഓർത്ത് വെച്ചേക്കണേ പൊന്നുമോനെ. എന്നാൽ സോളിഡ് ഇൻ ലിക്വിഡിന് പകരം ഗ്യാസ് ഇൻ ലിക്വിഡാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ, ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആവുക, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആവുക, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവുക, ഇങ്ങനത്തെ ടൈപ്പിലൊക്കെ രണ്ട് ഫാക്ടറുകളും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഒന്നാമത്തത് ടെമ്പറേച്ചർ. എടാ, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് രണ്ട് ടൈപ്പിൽ പറയാനില്ല. നേരത്തെ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് പറഞ്ഞില്ല, എക്സോതെർമിക് ആണെങ്കിൽ എൻഡോതെർമിക് ആണെങ്കിൽ. ഇവിടെ അങ്ങനെ പറയണ്ട. കാരണം എന്താ അറിയോ, ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത്, ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സും എന്തായിരിക്കും? എക്സോതെർമിക് മാത്രമായിരിക്കും. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ΔH നെഗറ്റീവ് ആയിട്ടുള്ളവർ. അഥവാ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. എൻതാൽപ്പി ഡിക്രീസസ്. എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവില്ല? എൻഡോതെർമിക് പ്രോസസ്സ് ഉണ്ടാവില്ല. ഒരു ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോഴെല്ലാം അവിടെ ഹീറ്റ് പുറത്തേക്ക് വരും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എക്സോതെർമിക്. അതുകൊണ്ട് സൊല്യൂബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. അപ്പോൾ നല്ലോണം ഗ്യാസിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുക ടെമ്പറേച്ചർ വളരെ കുറവുള്ള വെള്ളത്തിലാണ്, കോൾഡ് വാട്ടറിലാണ്. അതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. അക്വാട്ടിക് അനിമൽസ് എവിടെയാണ് മോർ കംഫർട്ടബിൾ എന്ന് ചോദിക്കാറില്ലടാ. അക്വാട്ടിക് അനിമൽസ് മോർ കംഫർട്ടബിൾ എവിടെ? ഇൻ കോൾഡ് വാട്ടർ. എന്തുകൊണ്ട് എന്ന് ചോദിക്കാറുണ്ട്. വൈ? എന്തുകൊണ്ടാണ്? ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കോൾഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഗ്യാസിൻ്റെ അഥവാ ഓക്സിജൻ്റെ സൊല്യൂബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ കോൾഡ് വാട്ടറിലായിരിക്കും മോർ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവുക. അതുകൊണ്ട് അക്വാട്ടിക് അനിമൽസ് അവിടെ ഭയങ്കര കംഫർട്ടബിളാണ്. ഓർത്ത് വെക്കണേ, ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്. പ്രഷറിൻ്റെ എഫക്റ്റ് ഭയങ്കര സിമ്പിളാണ്. സൊല്യൂബിലിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഒരു ഗ്യാസിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ വീണ്ടും മോർ എമൗണ്ട് ഓഫ് ഗ്യാസിനെ നമുക്കതിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൽ കൊള്ളുന്ന ഗ്യാസിൻ്റെ അളവ് കൂട്ടാൻ പ്രഷർ അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. ആൻഡ് ദാറ്റ് ലോ ഈസ് വെരി കോമൺ. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഹെൻറീസ് ലോ. അതിനെ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് ലോ. ഹെൻറീസ് ലോയുടെ ഡെഫിനിഷൻ, ലോയുടെ പോസ്റ്റുലേറ്റ് അറിയണം, ഇക്വേഷൻ അറിയണം, ഗ്രാഫ് അറിയണം. ഇപ്പോൾ പഠിച്ചു. എടാ, ഇക്വേഷനിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് ഇക്വേഷൻ. പി പ്രൊപ്പോർഷണൽ ടു കൈ. എന്താണ് പി, എന്താണ് കൈ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലോ എന്ന് പ്രത്യേകം പറയണ്ട, അതിലുണ്ട്. പി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു വയ്ക്കുക എൻ്റെ കൂടെ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ്. കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. പറഞ്ഞേടാ, മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. നിങ്ങൾ എഴുതുമ്പോൾ ഇത് അങ്ങനെ തന്നെ എഴുതി വെച്ചോ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിൻ്റെ മുകളിലാണല്ലോ വേപ്പർ പ്രഷർ ഉണ്ടാവുക. കൈ എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ഇനി അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ എന്ന് വെച്ചാൽ ഇതെന്നോട് പറഞ്ഞാൽ മതി. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ സൊല്യൂഷൻ. വായിച്ചു നോക്കിയേ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ് ഓൺ ദി സർഫസ് ഓഫ് ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ സൊല്യൂഷൻ. കറക്റ്റ് അല്ലേടാ? ഈ പറഞ്ഞ അതേ സാധനമാണ് ഡെഫിനിഷനായിട്ട് എടുത്ത് എഴുതേണ്ടത്. ഇക്വേഷനിൽ ഈക്വൽ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റി ഈക്വൽ ടു വെക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഓർ ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഹെൻറീസ് ഇക്വേഷൻ എന്താണ്? ഹെൻറീസ് ലോയുടെ ഇക്വേഷൻ എന്താ? പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ.
ഗ്രാഫ് വരക്കാൻ പറഞ്ഞാൽ ഒരു ആക്സിസിൽ പി വേപ്പർ പ്രഷർ ഉണ്ട്, ഒരു ആക്സിസിൽ കൈ, അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നല്ലടാ പറഞ്ഞേ. സോ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ഹാവിങ് പോസിറ്റീവ് സ്ലോപ്പ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. രണ്ട് ഗ്യാസ് തന്നിട്ട് എ എന്ന് പറയുന്ന ഗ്യാസും ബി എന്ന് പറയുന്ന ഗ്യാസും കെ എച്ചിൻ്റെ വാല്യൂ എയുടേത് 100 ആണ്, ബിയുടേത് 200 ആണെങ്കിൽ സൊല്യൂബിലിറ്റി ആർക്കാണ് കൂടുതൽ? മോനെ, കെ എച്ചിൻ്റെ വാല്യൂ ഒരാൾക്ക് കൂടുതലാണെങ്കിൽ ഓർത്ത് വെച്ചോ അയാൾക്ക് സൊല്യൂബിലിറ്റി വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഭയങ്കര വലുതാണ്, അവിടെ തന്നെ ഓർത്ത് വെച്ചോ അയാളുടെ സൊല്യൂബിലിറ്റി വളരെ കുറവാണ്, മറക്കരുത്. സോ ഹെൻറീസ് വാല്യൂ കോൺസ്റ്റൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് ബിക്കാണ്, കുറവുള്ളത് എക്കാണ്, ഈ രണ്ടാൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അവരുടെ സൊല്യൂബിലിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എക്കാണ്, ഗ്രേറ്റർ ദാൻ ബി. മറക്കാതെ ഓർത്ത് വെച്ചേക്കണേ. ഹെൻറീസ് കോൺസ്റ്റൻറ്റ് വാല്യൂ കൂടിയാൽ സൊല്യൂബിലിറ്റി കുറയും. അടുത്തത് ഹെൻറീസ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു റിലേഷനാണ്. അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോ. ടെമ്പറേച്ചർ കൂടിയാൽ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് കൂടും. അപ്പോൾ ഞാനൊരു സ്കീം പറഞ്ഞുതരാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ കെ എച്ച് എന്ത് ചെയ്യും? കെ എച്ച് ഇൻക്രീസ് ചെയ്യും. അത് ശരിയല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. കെ എച്ച് ഇൻക്രീസ് ചെയ്താൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതല്ലേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സൊല്യൂബിലിറ്റി കെ എച്ചും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ചുരുക്കം പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാൽ സൊല്യൂബിലിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടിയ സൊല്യൂബിലിറ്റി കുറയും. അതല്ലേ നമ്മൾ 2 സ്ലൈഡ് മുമ്പ് പറഞ്ഞത്. എല്ലാ പ്രോസസ്സും എക്സോതെർമിക് ആണ്, അതുകൊണ്ട് ടെമ്പറേച്ചറും സൊല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ജസ്റ്റ് ഇങ്ങനെയും ഒന്ന് ഓർത്തെടുക്കാം എന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത്. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. ഹെൻറീസ് ലോയുടെ 3 പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ പാട്ടുപാടി പഠിച്ചതാണ്, എന്നാലൊന്ന് ഓർത്ത് വെച്ചോ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. പെപ്സി, കൊക്കോകോള, 7up, സ്പ്രൈറ്റ് പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളെ അടച്ചു വെക്കുന്നത് ഹൈ പ്രഷറിലാണ്. ഹൈ പ്രഷറിൽ അടച്ചു വെച്ചാൽ എന്താ ഗുണം? പ്രഷർ കൂടിയാൽ മോൾ ഫ്രാക്ഷൻ കൂടും, അഥവാ ഗ്യാസിൻ്റെ അളവ് കൂടും. പൊട്ടിക്കുന്ന സമയത്ത് നല്ല ഗ്യാസ് ഉണ്ടാവും, നല്ല തരിപ്പുണ്ടാവും, കസ്റ്റമർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. അത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷനാണ്. രണ്ടാമത്തത്, കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് സ്ക്യൂബ ഡൈവേഴ്സിന് നൈട്രജൻ എന്ന ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബെൻഡ് എന്ന് പറയുന്ന അസുഖം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓർത്ത് വെച്ചേക്കൂ. അപ്പോൾ ആ നൈട്രജൻ്റെ അളവ് കുറക്കാൻ നമ്മൾ അതിൽ ഹീലിയത്തിൻ്റെ അളവ് കൂട്ടിയിടും. അപ്പോൾ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ ഗ്യാസ് ടാങ്ക്സ് ഹീലിയം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. എന്തിന്? ടു അവോയ്ഡ് ബയോളജിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ബെൻഡ്. വായിച്ചടാ. ഗ്യാസ് ടാങ്ക്സ് ഓഫ് സ്ക്യൂബ ഡൈവേഴ്സ് ആർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. എന്തിന്? ടു അവോയ്ഡ് ബയോളജിക്കൽ കണ്ടീഷൻ കോൾഡ് ബെൻഡ് പോലെയുള്ള ബയോളജിക്കൽ കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹീലിയം വെച്ച് ഡൈല്യൂട്ട് ചെയ്താൽ മതി. മൂന്നാമത്തത്, മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കുറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ കുറയും. എന്ന് പറഞ്ഞാൽ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവ് കുറയും, നമുക്ക് തലകറക്കം വരും, നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും. ദാറ്റ് ഈസ് കോൾഡ് അനോക്സിയ. ആ അവസ്ഥയുടെ പേരാണ് അനോക്സിയ. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് വെരി ലോ, ലീഡിങ് ടു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് കോൾഡ് അനോക്സിയ. 3 മസ്റ്റ് ട്രൈ ഐറ്റമാണ് മോനെ. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് കടലിൻ്റെ തീരത്ത് ഒരുത്തൻ ചാടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഫോട്ടോ തന്നിട്ട് ഇതെന്തിൻ്റെ ആപ്ലിക്കേഷനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഇത് ചോദിക്കുന്ന പരിപാടി പബ്ലിക് എക്സാമിന് നിർത്തിയിട്ടില്ല, പഠിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൗൾസ് ലോ. റൗൾസ് ലോയും ഹെൻറീസ് ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയും? ഹെൻറീസ് ലോയിൽ ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്യുകയായിരുന്നു. ലിക്വിഡിൽ ഒരു ഗ്യാസ് ഇങ്ങനെ ഡിസോൾവ് ചെയ്ത അവസ്ഥയിലാണ് ഹെൻറീസ് ലോ. റൗൾസ് ലോ അങ്ങനെയല്ല, 2 ലിക്വിഡുകളുടെ മിക്സറാണ്. A+B 2 ലിക്വിഡുകളുടെ മിക്സറാണ്. എന്താണ് 2 ലിക്വിഡിൻ്റെ പ്രത്യേകത? 2 പേർക്കും ഗ്യാസായി മാറാൻ കഴിവുള്ളവരാണ്, അഥവാ അവർ വോളട്ടൈലാണ്. ഓർത്ത് വെക്കണേ, ഹെൻറീസ് ലോയും റൗൾസ് ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 ലിക്വിഡിൻ്റെ മിക്സറാണ് റൗൾസ് ലോ. അവിടെ 2 പേർക്കും ഗ്യാസായി മാറാൻ കഴിവുള്ളവരാണ്. ബാക്കി ഡയലോഗൊക്കെ നേരത്തെ പറഞ്ഞു തന്നെ. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് 1 കമ്പോണൻറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ സൊല്യൂഷൻ. ഒരാളുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ, അയാളുടെ തന്നെ മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. PB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. ഇനി ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമ്മൾ മാറ്റുമ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് P0A. P0A എന്ന് പറഞ്ഞാൽ പ്യുവർ സ്റ്റേറ്റിൽ എയുടെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ. അപ്പോൾ ഇവിടെ കാണുന്നതോ എ ഒറ്റക്ക് നിൽക്കുമ്പോഴല്ല, എയും ബി ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ. അപ്പോൾ PB എങ്ങനെയാണ് കാണാം? ഇതൊക്കെ കുറേ നിങ്ങൾ കേട്ടതാണ്. PB = P0B കൈ ബി. അപ്പോൾ ടോട്ടൽ പ്രഷർ എങ്ങനെ കാണാം? PAയുടെ പ്രഷറും PBയുടെ പ്രഷറും കൂട്ടിയാൽ മതി. P0A കൈ എ പ്ലസ് P0B കൈ ബി.
ഡെഫിനിഷൻ എങ്ങനെ പറയാം, റൂൾ എങ്ങനെ പറയാം കേട്ടോ. ഫോർ എ മിക്സ്ചർ ഓഫ് വോളട്ടൈൽ ലിക്വിഡ്സ്, വോളട്ടൈൽ ലിക്വിഡിൻ്റെ മിക്സ്ചറുകൾക്ക്, അങ്ങനെ തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, വോളട്ടൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസായി മാറാൻ കഴിവുള്ള ലിക്വിഡുകളുടെ മിക്സ്ചറുകൾക്ക് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ്, ഒരു കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ സൊല്യൂഷൻ, അയാളുടെ തന്നെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, എല്ലാം ഞാൻ പഠിപ്പിക്കും. അതിന് മുമ്പ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. മുന്നേ റൗൾസ് ലോ ഒബേ ചെയ്യുന്നവനാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്, സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ. ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു 3-4 പോയിന്റ് എഴുതാൻ നിങ്ങളോട് ചോദിച്ചാൽ, ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ചേഞ്ച് ഇൻ വോളിയം 0. മോനെ, ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ എ എന്ന് ഞാൻ പേര് വിളിച്ചാൽ സൊല്യൂട്ട് എന്നും ബി എന്ന് പേര് വിളിച്ചാൽ സോൾവെൻ്റ് എന്നും എൻ്റെ കൂടെ വായിച്ചോളൂ. ഓക്കെ, എന്നിട്ട് ഇതിനെങ്ങനെയാണ് വായിക്കേണ്ടത് ഞാൻ സിമ്പിളായിട്ട് എഴുതിയതാണ്, വായിക്കേണ്ട രീതി പറഞ്ഞുതരാം. സൊല്യൂട്ട് സോൾവെൻ്റ് ഇൻ്ററാക്ഷൻ, വായിച്ചേ, സൊല്യൂട്ട് സോൾവെൻ്റ് ഇൻ്ററാക്ഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ആൻഡ് സോൾവെൻ്റ് ഇൻ്ററാക്ഷൻ. എ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, ബി എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതേണ്ടത്, ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പെട്ടെന്ന് എഴുതിയതാണ്. ഇനി അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എ ബി സി ഈക്വൽ ടു എ എ അങ്ങനെ എഴുതരുത്, ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എങ്ങനെ, സൊല്യൂട്ട് സോൾവെൻ്റ് ഇൻ്ററാക്ഷൻ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ ആൻഡ് സോൾവെൻ്റ് ഇൻ്ററാക്ഷൻ. ഫൈനലി ഇത് റൗൾസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും, പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 പ്ലസ് P0 ബി, നേരത്തെ നമ്മൾ പഠിച്ച സാധനം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഗ്രാഫ്, ഓർക്കുന്നില്ലേടാ. K1 KB0, Ka0 KB1, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടൊരു വരയിടുക, ഇങ്ങോട്ടൊരു വരയിടുക, കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വരയിടുക. എന്നിട്ട് ആദ്യം വരച്ച വരയെ PA എന്ന് പേര് വിളിക്കുക, രണ്ടാമത് വരച്ച വരയെ PB എന്ന് പേര് വിളിക്കുക, മൂന്നാമത് വരച്ച വരയെ P ടോട്ടൽ എന്ന് പേര് വിളിക്കുക. ഈ ഭാഗത്തുള്ള പോയിന്റും ഈ ഭാഗത്തുള്ള പോയിന്റും മാർക്ക് ചെയ്യുക. ഇതാരാണ്, Ka1 KB0 എന്ന് പറഞ്ഞാൽ അവിടെ A മാത്രമേ ഉള്ളൂ എന്നർത്ഥം, A മാത്രമേ ഉള്ളൂ, B ഇല്ല. അപ്പോൾ അതിനെ ഞാൻ P0A എന്ന് പേര് വിളിച്ചു, മാത്രമാകുമ്പോഴാണല്ലോ 0 ചേർക്കുക. ഇവിടെ Ka0 KB1, സോ ദിസ് ഈസ് P0B. ഗ്രാഫ് മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ആൻഡ് നിങ്ങൾക്ക് പല രൂപത്തിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. റൗൾസ് ലോ ഒബേ ചെയ്യുന്നതിന് എക്സാമ്പിൾ ചോദിക്കാം. താഴെ പറയുന്ന ആൾ ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ അങ്ങനെ ചോദിക്കാം. താഴെ പറയുന്നവർ ഐഡിയൽ സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് സെപ്പറേറ്റ് ചെയ്യൂ അങ്ങനെ ചോദിക്കാം. അതുകൊണ്ട് എന്തായാലും പഠിച്ചു വെക്കേണ്ട എക്സാമ്പിൾസ് എടാ സിമ്പിളാണ്. നോർമൽ ഹെക്സൈൻ, നോർമൽ ഹെപ്റ്റൈൻ സിമ്പിളാണ്. ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ ഒക്കെ ഒരു താളമുണ്ട്. ക്ലോറോ ഈഥൈൻ, ബ്രോമോ ഈഥൈൻ കണ്ടോ, ബെൻസീൻ ആൻഡ് ടൊളുവിൻ. നിങ്ങളിത് ഒരു 4 എണ്ണം നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്ക്. ബാക്കിയുള്ളതൊക്കെ 2 എണ്ണോ 3 എണ്ണോ ഓർത്ത് വെച്ചാൽ മതി. ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായാലും അറിയണം. അതിനു മുമ്പ് ഈ ഐഡിയൽ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. 2 മോൾ എയും 3 മോൾ ബിയും മിക്സ് ആക്കിയിട്ടുണ്ട്. വേപ്പർ പ്രഷർ ഓഫ് എ ആൻഡ് ബി ആർ, എയും ബിയും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ 200ഉം 300ഉം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മിക്സറിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എത്ര? ടോട്ടൽ വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ കുഞ്ഞെ? P0A A പ്ലസ് P0B B. ക്ലിയർ അല്ലേ? പറയടാ. P ടോട്ടൽ ഈസ് ഈക്വൽ ടു P0A, എ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള വേപ്പർ പ്രഷർ ഇവിടെ തന്നിട്ടുണ്ട് 200 ആണ്. A അത് തന്നിട്ടില്ല, മോൾ ഫ്രാക്ഷൻ തന്നിട്ടില്ല, നമ്പർ ഓഫ് മോളെ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മോൾ ഫ്രാക്ഷൻ ഇവിടെ വേറെ കാണണം. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കാണാം? എയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കാണാം? എയുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. എയുടെ നമ്പർ ഓഫ് മോൾ എത്ര? 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ എത്ര? 2ഉം 3ഉം കൂടിയാൽ 5. സോ 2/5 ആണ് അയാളുടെ മോൾ ഫ്രാക്ഷൻ. പ്ലസ് P0B 300 ഇൻറ്റു അയാളുടെ മോൾ ഫ്രാക്ഷൻ B എത്രയാടാ? മോൾ ഫ്രാക്ഷൻ ഓഫ് B is equal to ബിയുടെ നമ്പർ ഓഫ് മോൾ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ 5. സോ 3/5. സിമ്പിൾ. 200 5ഉം കട്ടായി പോയാൽ 40 എന്ന് വരും. 40 × 2 80 എന്ന് വരും. പ്ലസ് 300ഉം 5ഉം കട്ടായി പോയാൽ 60 എന്ന് വരും. 60 × 3 180 എന്ന് വരും. ടോട്ടൽ കൂട്ടിയാൽ 260 എന്ന് വരും. സോ 260 mmHg. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് ന്യൂമറിക്കൽ ടൈപ്പ് ആയിട്ട് ചോദിക്കാറുള്ളത്. മോനെ, നോൺ ഐഡിയൽ സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്യാത്തവരായിരിക്കും എന്നുള്ളത് കണ്ടാൽ അറിയാലോ. ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ. റൗൾസ് ലോ ഒബേ ചെയ്യാത്തവരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. 2 വിധമുണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. എടാ, നേരത്തെ ΔH 0, ഇവിടെ ΔH പോസിറ്റീവ്, ഇവിടെ ΔV പോസിറ്റീവ്. അപ്പോൾ ഇനി നെഗറ്റീവ് ആകുമ്പോൾ അതൊക്കെ നെഗറ്റീവ് ആക്കി കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. സൊല്യൂട്ട് സോൾവെന്റ് ഇൻ്ററാക്ഷൻ ഈസ്, ഇതാ ഇവിടെ പഠിച്ചോട്ടോ, ഈസ് എന്താണെന്ന് പഠിക്കണേ, വീക്കർ ദാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൊല്യൂട്ട് സോൾവെന്റ് ഇൻ്ററാക്ഷൻ ഈസ് വീക്കർ ദാൻ
സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആൻഡ് സോൾവെൻറ്റ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷന് വീക്കർ ആവുകയാണ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതെന്താ സാറേ അങ്ങനെ, അതെങ്ങനെ വന്നു എന്ന് പരീക്ഷയുടെ 2 ദിവസം മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിക്കൽ ആവശ്യമില്ലാത്ത കാര്യമാണ്. പഠിച്ചു നോക്ക്. സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ആൻഡ് സോൾവെൻറ്റ് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു P0 കൈ എ ആൻഡ് P0 ബി കൈ ബി എന്നല്ലേ നമ്മൾ പഠിച്ചത്, പ്ലസ് P0 ബി കൈ ബി. പക്ഷേ ഇവിടെ പോസിറ്റീവ് ഡിവിഷൻ ആകുമ്പോൾ പി ടോട്ടൽ വിൽ ബി ഗ്രേറ്റർ ദാൻ എന്നാക്കണം, അപ്പോഴേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. ഡയറക്റ്റ് P0 കൈ എ പ്ലസ് P0 ബി കൈ ബി ചെയ്ത് കിട്ടുന്ന വാല്യൂവിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് ഡിവിയേഷൻ എന്ന് പേര് പറയുന്നത്. ഗ്രാഫ് നേരത്തെ വരച്ച പോലെ തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫിനെ ഒരു റെഫറൻസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ അത് പോസിറ്റീവ് ഡിവിയേഷനായി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടയാളപ്പെടുത്തലുകളൊക്കെ അങ്ങനെ തന്നെ. ഇത് പി എ, ഇത് പി ബി, ഇത് പി ടോട്ടൽ, ഇത് P0 എ P0 ബി. വെരി ഇമ്പോർട്ടൻറ്റ് 3 എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. എത്തനോൾ, അസറ്റോൺ, അസറ്റോൺ കാർബൺ ഡൈസൾഫൈഡ്, ഇത് രണ്ടും NCERT പറയുന്നതാണ്. ഇത് NCERT ആ ഭാഗത്തല്ലാതെ പറയുന്ന ഒരു എക്സാമ്പിളാണ്, അതുകൊണ്ട് ഓർത്ത് വെക്കണേ. ആ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ പിന്നീട് വേറെ സ്ഥലത്ത് അസിയോട്രോപ്പിൻ്റെ സ്ഥലത്തൊക്കെ പറയുന്നുണ്ട് എഥനോളും വാട്ടറും. ഓർത്ത് വെക്കണേ മോനെ, മസ്റ്റായിട്ട് ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ് നെഗറ്റീവ് ഒരു മിനിറ്റ്. പോസിറ്റീവ് ഡീവിയേഷന് എന്തുകൊണ്ട് ഈ 2 ആൾക്കാർ കൂടി ചേരുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനായി എന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എങ്ങനെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലല്ലേ? നോക്കിയേ, എത്തനോളും അസറ്റോണും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ അവരെന്ത് ഡീവിയേഷനാണ് കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ കാണിക്കുന്നത് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് പലപ്പോഴും പല കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കാറുണ്ട്. മക്കളെ, ഇനി ആ പ്രശ്നം മാറ്റി വെച്ചേക്ക്. എന്തുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്നുള്ളതിന് എല്ലായിടത്തും ഇനി കോമൺ ആയിട്ട് ഈ ഒരു ഉത്തരം എഴുതി വെച്ചാൽ മതി. എല്ലായിടത്തും കോമൺ ആയിട്ട് ഈ ഉത്തരം എഴുതി വെച്ചാൽ മതി. എന്താ അറിയോ, ഒരാൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് പോലെയുള്ള സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളത് മറക്കാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. മോനെ, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്താകുന്നാണ് ഞാൻ പറഞ്ഞത്? വീക്കർ ആകുന്നല്ലടാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ വീക്കർ ആകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടാകും എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ റീസൺ എങ്ങനെയാണ് പറയാം? സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ലൈക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ത് ചെയ്യുന്നു? ഗെറ്റ്സ് ബ്രോക്കൺ, പൊട്ടിപ്പോകുന്നു ഡ്യൂറിങ് മിക്സിങ്. ഈ 2 ആൾക്കാരെ തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ടിങ് പോലെയുള്ള സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് പൊട്ടിപ്പോകുന്നത് കൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്ന് പഠിച്ചു വെക്ക്. എന്താ ഏതാ കുറേ ആലോചിക്കല്ലേ, പെട്ടെന്ന് പഠിച്ചു വെച്ചോ. അപ്പോൾ ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ടാകും. അതാണ് വ്യത്യാസം. ഓക്കെ അല്ലേ മോനെ? നെഗറ്റീവ് ഡീവിയേഷനിൽ ഞാൻ പെട്ടെന്ന് പറയാം. ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്, ഡെൽറ്റ വി നെഗറ്റീവാണ്. എ ബി ഇൻ്ററാക്ഷൻ സ്ട്രോങ്ങറാണ്, സ്ട്രോങ്ങർ ദാൻ എ എ ഇൻ്ററാക്ഷൻ ആൻഡ് ബി ബി ഇൻ്ററാക്ഷൻ. പി ടോട്ടൽ ലെസ് ദാൻ P0 കൈ എ ആൻഡ് P0 ബി കൈ ബി. ഡോട്ട് ഇട്ടിട്ട് ഐഡിയൽ സൊല്യൂഷൻ്റെ റെഫറൻസ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ കൂടെ നമ്മൾ ഗ്രാഫ് വരച്ച നെഗറ്റീവ് ഡിവിഷനായി. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ. വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ഫീനോൾ ആൻഡ് അനിലിൻ, അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. NCERT അവിടെ പറഞ്ഞതാണ്. പിന്നീട് NCERT പറയുന്ന വേറൊരാളാണ് H2O ആൻഡ് HNO3, അസിയോട്രോപ്പിൻ്റെ ഭാഗത്ത് പറയുന്നതാണ്. മസ്റ്റ് ട്രൈ ആണ്, ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ ആദ്യത്തിനൊരു 4 എക്സാമ്പിളും പിന്നുള്ളതിനൊക്കെ ഒരു 3 എക്സാമ്പിളും. റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ലൈക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഗെറ്റ്സ് ഫോംഡ്, അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുക, നേരത്തെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ്റെ റീസൺ. ഒന്ന് പഠിച്ചു വെച്ച ബാക്കിയൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. 5 പോയിന്റ് പഠിച്ച അസിയോട്രോപ്പ് തീർന്നു. 5 പോയിന്റ് വേഗം പഠിച്ചോളണം കേട്ടോ. 5 പോയിന്റ്. എടാ, അസിയോട്രോപ്പിൽ ഈ പോയിന്റ് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ബൈനറി മിക്സർ ആയിരിക്കും, അതായത് 2 കമ്പോണൻറ്റ് കൂടി ചേർന്നിട്ടുള്ള മിക്സർ ആയിരിക്കും. അതിനെ നമ്മൾ ഇങ്ങോട്ട് ആയിക്കോട്ടെ. അസിയോട്രോപ്പിൽ 2 കമ്പോണൻ്റ് ഉണ്ട്. ഒരാൾ 3:1 എന്ന റേഷ്യോയിലാണ് അത് മിക്സ് ചെയ്തതെന്ന് വിചാരിക്കുക. 3 മോൾ എയും 1 മോൾ ബിയും. നമ്മൾ അതിനെ ഗ്യാസ് ആക്കി മാറ്റിയാലും, നമ്മൾ അതിനെ ഗ്യാസായിട്ട് കളക്ട് ചെയ്തിട്ട് ഈ കിട്ടുന്ന ഗ്യാസിൻ്റെ സാമ്പിൾ എടുത്ത് നോക്കിയാലും അതിൽ 3:1 എന്ന റേഷ്യോ തന്നെയായിരിക്കും. അതായത് ലിക്വിഡ് ഫേസിൽ എത്രയാണോ കോമ്പോസിഷൻ അത് തന്നെയാണ് വേപ്പർ ഫേസിലും അല്ലെങ്കിൽ ഗേഷ്യസ് ഫേസിലും ഉണ്ടാവുക. അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫേസ്. അസിയോട്രോപ്പിലെ ലിക്വിഡ് ഫേസിലും ഗേഷ്യസ് ഫേസിലും സെയിം കോമ്പോസിഷൻ ആയിരിക്കും. അല്ലാത്ത ആൾക്കാർക്ക്, അസിയോട്രോപ്പുകൾക്ക് അല്ലാത്ത ആൾക്കാർക്കൊന്നും സെയിം കോമ്പോസിഷൻ ആയിരിക്കില്ല. ലിക്വിഡ് ഫേസിൽ 3:1 ആണെങ്കിൽ ചിലപ്പോൾ ഗേഷ്യസ് ഫേസിൽ 1:1 ആയിരിക്കും, ചിലപ്പോൾ 1:2 ആയിരിക്കും. പക്ഷേ അസിയോട്രോപ്പ് ആണെങ്കിൽ എങ്ങനെയാണോ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റേഷ്യോ അങ്ങനെ തന്നെയാണ് വേപ്പർ ഫേസിലും ഉണ്ടാവുക. അസിയോട്രോപ്പിന് ഒരു കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. എയും ബിയും 2 ആൾ മിക്സ് ചെയ്തല്ലോ. ആക്ച്വലി അവിടെ എയുടെ ബോയിലിംഗ് പോയിന്റിലോ ബിയുടെ ബോയിലിംഗ് പോയിന്റിലോ അല്ല ഇവർ ബോയിൽ ചെയ്യുക. 2 പേർക്കും കൂടി വേറെ ഒരു സെപ്പറേറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബോയിലിംഗ് പോയിന്റ് വരും.
അങ്ങനെ ആ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിന്റിൽ ഇവർ രണ്ടുപേരും ബോയിൽ ചെയ്യാൻ തുടങ്ങും. അല്ലാതെ എക്ക് സെപ്പറേറ്റ് ബോയിലിംഗ് പോയിന്റ്, ബിക്ക് സെപ്പറേറ്റ് ബോയിലിംഗ് പോയിന്റ് അങ്ങനെ ഉണ്ടാവില്ല. അയാൾ എന്തായി കഴിഞ്ഞാൽ അസിയോട്രോപ്പ് ആയി കഴിഞ്ഞാൽ. അസിയോട്രോപ്പുകളെ ഈ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും വഴി അസിയോട്രോപ്പുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അസിയോട്രോപ്പിലെ കമ്പോണൻറ്റുകളെ ഡിസ്റ്റിലേഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യൽ പോസിബിൾ അല്ല. കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ ഓർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അസിയോട്രോപ്പ് രണ്ട് വിധമുണ്ട്. ഇത് ഞാൻ കാണാൻ പഠിച്ചോ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആരാ കാണിക്കുക അറിയോ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ. ഫോർ എക്സാമ്പിൾ 95% എത്തനോൾ സൊല്യൂഷൻ. അപ്പോൾ അവിടെ എത്തനോളും വാട്ടറും അല്ലേടാ വന്നത്. എത്തനോളും വാട്ടറും ഞാൻ പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ പറഞ്ഞാളാം. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കാരാ? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ. ഫോർ എക്സാമ്പിൾ 68% HNO3 സൊല്യൂഷൻ. 68% നൈട്രിക് ആസിഡും ബാക്കി 32% വാട്ടറും. അപ്പോൾ നൈട്രിക് ആസിഡും വാട്ടറും വന്നാൽ നെഗറ്റീവ് ഡീവിയേഷൻ ആണല്ലോ. കണക്ട് ചെയ്ത് പഠിച്ചോ. ഈ പറയുന്ന സാധനം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓർത്ത് വെച്ചേക്കണേ മോനെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും പറയും. എന്താണെന്ന് വെച്ചാൽ ഈ നാലെണ്ണത്തിൻ്റെ പേരല്ല പറയേണ്ടത്. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ, ഇനി പറയുന്ന കാര്യമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഓൺലി. സൊല്യൂട്ടിൻ്റെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആരൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. പരീക്ഷയ്ക്ക് വേപ്പർ പ്രഷർ എന്ന് തരും. നോ, ഇറ്റ്സ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ബോയിലിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ബട്ട് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. വ്യത്യാസം മനസ്സിലായില്ലേ? ഫ്രീസിംഗ് പോയിന്റ് ഈസ് നോട്ട് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ പഠിക്കണം. ഓസ്മോട്ടിക് പ്രഷർ ഇറ്റ് സെൽഫ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഞാനിങ്ങനെ ഈ സ്ക്രീന് നിങ്ങൾക്ക് വിട്ടുതരാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെച്ചോ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. എങ്ങനെയാണ്? Chi2. എടാ 1 എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണ്, സോൾവെൻ്റ്. 2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ്. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ 2 സൊല്യൂട്ടാണ്. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, Chi2 സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ. W2/M2 ഇൻറ്റു M1/W1. ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വൃത്തിയായിട്ട് എഴുതിയെടുത്ത്. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB ഇൻറ്റു M. M എന്ന് പറഞ്ഞാൽ മൊളാലിറ്റിയാണ്, മൊളാലിറ്റി. ഓക്കെ, മൊളാലിറ്റി. KB എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? ബോയിലിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, ബോയിലിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ അതിനെ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്നും പേര് വിളിക്കും. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. KB ഫോർ വാട്ടർ എത്രയാണ്? ഓർത്ത് വെക്കണം, 0.52 ആണ്. ആ വാല്യൂ കാണാൻ പഠിക്കണേ. വെള്ളത്തിൻ്റെ KB വാല്യൂ മസ്റ്റാണ്, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ആവശ്യം വരും. അപ്പോൾ മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ടി ബി ഈക്വൽ ടു KB ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1. ഇപ്പോൾ ഈ വ്യത്യാസങ്ങൾ വന്നത് ഇതാ ഇത്രയും ഭാഗം ആരാണ്? മൊളാലിറ്റിയെ റീപ്ലേസ് ചെയ്തതാണ്. മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷനാണ്. എന്ന പോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു KF ഇൻറ്റു M. KFിൻ്റെ പേര് പഠിച്ചോ. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. വെള്ളത്തിന് അതിൻ്റെ വാല്യൂ 1.86 ആണ്. കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. ഡെൽറ്റ ടി എഫ് മൊളാലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിമ്പിൾ. ഓസ്മോട്ടിക് പ്രഷർ വളരെ എളുപ്പമാണ്. പൈ ഈക്വൽ ടു CRT. ആ സി എന്നതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഈക്വൽ ടു W2RT ഡിവൈഡ് ബൈ M2V. ഓക്കെ, എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മോനെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 6 ഗ്രാം യൂറിയ ഇസ് ഡിസോൾവ്ഡ് ഇൻ 500 ഗ്രാം വാട്ടർ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡെൽറ്റ ടി എഫ് ആണ് ചോദ്യം. ഡെൽറ്റ ടി എഫ് എങ്ങനെ കാണാം? KF ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 ഇൻറ്റു W1. എടാ KF ഫോർ വാട്ടർ എത്രയാണ്? 1.86. W2 വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, 2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ്. ഇവിടെ ആരാ സൊല്യൂട്ട്? യൂറിയ. അതിൻ്റെ വെയിറ്റ് 6 ഗ്രാം ഇൻറ്റു 1000 ഡിവൈഡ് ബൈ M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. യൂറിയ, അതുപോലെ സൂക്രോസ്, അതുപോലെ ഗ്ലൂക്കോസ്, ഈ 3 പേരുടെ മോളാർ മാസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഗ്ലൂക്കോസ് 180, സൂക്രോസ് 342, യൂറിയ 60. ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ മോളാർ മാസ് നമുക്ക് അവരുടെ സ്ട്രക്ചർ അറിയുന്നത് കൊണ്ട്, ഫോർമുല അറിയുന്നത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ 3 നമ്മൾ ആ സമയത്ത് അതിൻ്റെ ഫോർമുല ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. മോളാർ മാസ് കാണാൻ പഠിക്കും. യൂറിയ 60, W1 വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്. ഇവിടെ ആരാ സോൾവെൻറ്റ്? വാട്ടർ. അതിൻ്റെ വെയിറ്റ് 500. കഴിഞ്ഞില്ല മോനെ? ഇവിടെ ദാ ആ 0, 0, 0, ഇവിടുത്തെ 0, 0, 0 കട്ടായി പോയി. ബാക്കി 6, 6 കട്ടായി പോയി. 1.86 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 1.86 ഇൻറ്റു 10/2 ഡിവൈഡ് ബൈ 5 അല്ലേ? 10/2. 5 എന്നുള്ളതിന് ഞാനൊന്ന് ഇൻറ്റു 2 ഡിവൈഡ് ബൈ 10.
5 എന്നുള്ളതിനെ 10/2 എന്നാക്കിയതാണ്. നിങ്ങളത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 1.86ൻ്റെ ഡബിൾ എത്രയാടാ? 3.72 അല്ലേ ഇടാ വരിക? 3.72 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.372. ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പൊറുക്കുക. ഓക്കെ, കാൽക്കുലേറ്ററിനോട് ചോദിക്കുക. ഇവിടുന്ന് 1.86/5 നിങ്ങൾ നേരിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങളുടെ എന്ത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ചോദ്യം കാൽക്കുലേറ്റ് ഫൈനൽ ഫ്രീസിംഗ് പോയിന്റ്. എടാ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. എ ആണ് ഇപ്പോൾ കിട്ടിയത്. ബി എന്താണ്? ഫൈനൽ ഫ്രീസിംഗ് പോയിന്റ് കാണുക. എങ്ങനെയാണോ ഫൈനൽ ഫ്രീസിംഗ് പോയിന്റ് കാണുക? എടാ ഫൈനൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നല്ലടാ പറഞ്ഞ്. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് കുറയല്ലേ ചെയ്യുക? ഇനീഷ്യൽ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് ഇത്രയും അളവ് കുറയും എന്നാണ് അർത്ഥം. വെള്ളത്തിൻ്റെ ഇനീഷ്യൽ ഫ്രീസിംഗ് പോയിന്റ് നിങ്ങൾക്ക് അറിയാലോ, 0 ഡിഗ്രി സെൽഷ്യസ്. അതിൽ നിന്ന് 0.372 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറക്കണം. അപ്പോൾ എന്താ ഉണ്ടാവുക? -0.372 ഡിഗ്രി സെൽഷ്യസ് എന്നായി മാറും. നേരെ മറിച്ചത് ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഫൈനൽ ബോയിലിംഗ് പോയിന്റ് കാണാൻ പറഞ്ഞാൽ ഇനീഷ്യൽ ബോയിലിംഗ് പോയിന്റിൻ്റെ കൂടെ കൂട്ടണം. കാരണം എന്താ? എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കൂടുക ചെയ്യുക. അപ്പോൾ ഇനീഷ്യൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ 100 എടുത്തിട്ട് അതിനൂടെ കൂട്ടുകയാണ് വേണ്ടത്. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് 0 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓസ്മോട്ടിക് പ്രഷറാണ്. എന്തുകൊണ്ട്? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. ടു ഡിറ്റർമിൻ മോളാർ മാസ് ഓഫ് പോളിമർ അല്ലെങ്കിൽ ടു ഡിറ്റർമിൻ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട്സ് എന്ത് യൂസ് ചെയ്യുന്നു? ഓസ്മോട്ടിക് പ്രഷറാണ് പ്രിഫർ ചെയ്യുന്നത് ബാക്കിയുള്ളവരെക്കാൾ. എന്തുകൊണ്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട 2 റീസൺ പഠിപ്പിച്ചു തരാം. ഒന്ന്, ഓസ്മോട്ടിക് പ്രഷറിന് വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിലും ഹൈ വാല്യൂ ഉണ്ടായിരിക്കും, ലാർജ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് സിമ്പിളാണ്, ഒരു വിസിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വളരെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ പോലും ഒരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി ദർ. സോ ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് ഒബ്സർവബിൾ ആണ്, ഭയങ്കര ഒബ്സർവബിൾ ആണ്, നന്നായി കാണാൻ പറ്റും. ഓസ്മോട്ടിക് പ്രഷർ നന്നായി അളക്കാൻ പറ്റും. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഹാസ് ലാർജ് വാല്യൂ ഈവൺ ഫോർ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട റീസൺ. രണ്ടാമത്തത്, ബോയിലിംഗ് പോയിന്റ് അത് അളക്കാൻ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഫ്രീസിംഗ് പോയിന്റ് അത് അളക്കാൻ വേറൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു പോയിന്റിലല്ലാതെ ഇവരൊന്നും അളക്കാൻ പറ്റില്ല. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ അങ്ങനല്ല. അറ്റ് എനി ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും ഓസ്മോട്ടിക് പ്രഷറിന് അളക്കാം. അപ്പോൾ അതൊരു സൗകര്യമാണല്ലോ. ഓസ്മോട്ടിക് പ്രഷർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് അറ്റ് എനി ടെമ്പറേച്ചർ. ഇനിയുണ്ട് വേറെയും റീസൺസ്. ബാക്കിയുള്ളിടത്തൊക്കെ മൊളാലിറ്റി യൂസ് ചെയ്യുന്നു, ഇവിടെ മാത്രം മൊളാരിറ്റി യൂസ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചത് ഏതെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ വരികയാണെങ്കിൽ എഴുതാം. ഇത് രണ്ടും അതിൽ വളരെ പ്രധാനപ്പെട്ട റീസണാണ്. മോളാർ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനും പറ്റും. പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷറാണ്. എന്തുകൊണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. 0.9% NaCl സൊല്യൂഷൻ ഇൻട്രാവീനസ് ഇഞ്ചക്ഷനായിട്ട് യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ട്? എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റീസൺ ഏതാണ്? ഈ സൊല്യൂഷൻ ഐസോട്ടോണിക് വിത്ത് RBC ആയതുകൊണ്ട്. ഐസോട്ടോണിക് വിത്ത് RBCക്ക് ഐസോട്ടോണിക് ആണ്. ഐസോട്ടോണിക് ആയാൽ RBCക്ക് ഡാമേജ് സംഭവിക്കില്ല. ഹൈപ്പർട്ടോണിക്കോ ഹൈപ്പോട്ടോണിക്കോ ആണെങ്കിൽ ഡാമേജ് സംഭവിക്കും. അപ്പോൾ ഇവിടെ ഐസോട്ടോണിക് സൊല്യൂഷൻ ആയതുകൊണ്ടാണ് അയാളെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 സൊല്യൂഷൻസ് ഉണ്ട്. ആ 2 സൊല്യൂഷൻ്റെയും ഓസ്മോട്ടിക് പ്രഷറിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ അവരെ തമ്മിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഐസോട്ടോണിക് സൊല്യൂഷന് എന്ത് സെയിം ആയിരിക്കും എന്നും ചോദിക്കാറുണ്ട്. 2 സൊല്യൂഷൻ ഐസോട്ടോണിക് ആണെങ്കിൽ അവരുടെ എന്ത് സെയിം ആയിരിക്കും? എന്താ? ഓസ്മോട്ടിക് പ്രഷറാണ് സെയിം ആവുക. ഇനി 3 വാക്ക് ഞാൻ പ്രയോഗിച്ചില്ലടാ. ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്, ഐസോട്ടോണിക്. ഞാൻ ഈ സർക്കിൾ കാണിച്ചിരിക്കുന്നത് ഒരു സെല്ലാണ്, ഒരു കോശമാണ്. അതിന് ചുറ്റും എടുത്തിരിക്കുന്ന സൊല്യൂഷൻ ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയോ? ഈ സെല്ലിൻ്റെ സ്വെല്ലിംഗ് നടക്കും. ആ സെല്ല് ഷ്രിങ്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ സെല്ല് ഇങ്ങനെ ചുരുങ്ങി വരും. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോകും. ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ, പുറത്തുള്ള സൊല്യൂഷൻ ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ പുറത്ത് നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ട് ഈ സെല്ല് സ്വെൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു RBC ആയിട്ട് വിചാരിച്ചാൽ മതി. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ ഷ്രിങ്ക് ചെയ്യും, ഇതിങ്ങനെ ചെറുതായി പോകും, ആ സെല്ല് ചുരുങ്ങിപ്പോകും. ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ സ്വെൽ ചെയ്യും. ഐസോട്ടോണിക് ആണെങ്കിൽ നോ ചേഞ്ച്, വെള്ളം അകത്തേക്കോ പുറത്തേക്കോ പോവില്ല. അതിന് കാരണം എന്താ? ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് അറിയണം. ഓസ്മോസിസ് നിങ്ങൾ നോക്കിക്കേടാ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ നമ്മളതിനെ ലോ കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന പേര് വിളിക്കുക. ഇത് ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയ.
ഈ ലോ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ നിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിലേക്ക് വെള്ളം അഥവാ സോൾവെൻറ്റ് മാത്രം മൂവ് ചെയ്യും, സൊല്യൂട്ട് മൂവ് ആവില്ല, സോൾവെൻറ്റ് മാത്രം മൂവ് ആകും. ആ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. മാറിപ്പോരുത്, ചിലർക്ക് ഇങ്ങനെ തോന്നും ഹൈയിൽ നിന്ന് ലോയിലേക്കല്ലേ, അല്ല. ലോ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ നിന്ന് ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിലേക്കാണ് വെള്ളം ഒഴുകുക. കാരണം എന്താ അറിയോ, ലോ കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂട്ട് കുറവ് എന്നാ, പക്ഷെ വെള്ളം അവിടെ ആയിരിക്കും കൂടുതൽ, സൊല്യൂട്ട് കുറവാണ്. അപ്പോൾ ലോ കോൺസെൻട്രേറ്റഡ് ഏരിയ പേര് വന്നത് സൊല്യൂട്ടിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്, പക്ഷെ വെള്ളം കൂടുതലാണല്ലോ. ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ സൊല്യൂട്ട് ഭയങ്കര കൂടുതലാണ്, വെള്ളം കുറവാണല്ലോ. അപ്പോൾ വെള്ളം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലോ, സോൾവെന്റ് മോളിക്യൂളിൻ്റെ ഫ്ലോയുടെ പേരാണ് ഓസ്മോസിസ്. വാട്ട് ഈസ് ഓസ്മോസിസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എഴുതിക്കോ, അറിയാത്തവർ എഴുതി വെച്ചോ. ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രോം ലോ കോൺസെൻട്രേറ്റഡ് ഏരിയ ടു ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. മസ്റ്റാണ്, ആ വാക്ക് മസ്റ്റാണ്. റിവേഴ്സ് ഓസ്മോസിസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണമെങ്കിൽ എന്തു വേണം? ഈ ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ ഞാനിങ്ങനെ എക്സ്ട്രാ പ്രഷർ കൊടുക്കണം, ഭയങ്കര പ്രഷർ കൊടുക്കണം. ഓക്കെ, അങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഈ ഫ്ലോ നിൽക്കുന്നൊരവസ്ഥയില്ലേടാ, ആ അവസ്ഥയുടെ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? എക്സ്റ്റേണൽ പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഫ്ലോ ഓഫ് ഓസ്മോസിസ്, ഫ്ലോ ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസിൻ്റെ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ ഇതാണ് ആൻസർ. അവിടെ പൈ ഈക്വൽ ടു CRT എന്നല്ല എഴുതേണ്ടത്, അത് ഇക്വേഷനാണ്. എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? എക്സ്റ്റേണൽ പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് ഓസ്മോസിസ്. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഹൈ കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ. അതിനേക്കാളും കൂടുതൽ ഞാൻ പ്രഷർ കൊടുത്താലാണ് എന്ത് സംഭവിക്കുക? റിവേഴ്സ് ഓസ്മോസിസ് സംഭവിക്കുക. അവിടെ ഉറപ്പായിട്ടും ചോദിക്കും, എപ്പോഴാണ് റിവേഴ്സ് ഓസ്മോസിസ് സംഭവിക്കുക? എക്സ്റ്റേണൽ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. ആ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോ ഗെറ്റ്സ് റിവേഴ്സ്ഡ്, ആൻഡ് ദിസ് റിവേഴ്സ്ഡ് ഫ്ലോ ഇസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഇസ് ഡീസലൈനേഷൻ, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ച് പച്ചവെള്ളം, നല്ല ശുദ്ധജലം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. കുഞ്ഞെ, വാൻ ഹോ ഫാക്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ബോർഡിലുണ്ട്. വാൻ ഹോ ഫാക്ടർ കാണാതെ പഠിച്ചോ. നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, നമ്പർ ഓഫ് പാർട്സ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്സ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ആഫ്റ്റർ മുകളിൽ, ബിഫോർ താഴെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, എന്നാൽ പോലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഡിസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അസോസിയേഷൻ എവിടെയാണ് നടക്കുക, ഡിസോസിയേഷൻ എവിടെയാണ് നടക്കുക എന്ന് നോക്കും. അസോസിയേഷൻ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നിങ്ങളത് എക്സാമ്പിൾസ് വൈസ് പഠിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് ജനറലി ഞാൻ ഈ പറയുന്ന ഡയലോഗ് പഠിക്കലാണ്. കേട്ടോ, ഒരു ഓർഗാനിക് ആസിഡ്, ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻറ്റിൽ ഡിസോൾവ് ആയാൽ അവിടെ ഡൈമറൈസേഷൻ നടക്കും. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ആൾ കൂടി ചേർന്ന് ഒന്നായി മാറലാണ്. 2 ആൾക്കാർ ഒന്നായി മാറുക. ട്രൈമറൈസേഷൻ ആണെങ്കിൽ 3 ആൾ ഒന്നാവുക. ടെട്രാമറൈസേഷൻ 4 ആൾ ഒന്നാവുക. പോളിമറൈസേഷൻ ഒരുപാട് ആൾക്കാർ ഒന്നാവുക. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴാണ് ഡൈമറൈസേഷൻ നടക്കുക? എനി ഓർഗാനിക് ആസിഡ് ഇൻ എനി ഓർഗാനിക് സോൾവെൻറ്റ്, ഏതെങ്കിലും ഒരു ഓർഗാനിക് ആസിഡ്, ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡോ ഫോമിക് ആസിഡോ ബെൻസോയിക് ആസിഡോ, ഇതിന് IUPACനെയും മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, എന്ത് പറഞ്ഞാലും ഓയിക് ആസിഡുകളെല്ലാം ഓർഗാനിക് ആസിഡാണ്. ബെൻസീൻ പോലെ, ടൊളുവിൻ പോലെയുള്ള ഏതൊരു ഓർഗാനിക് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്താലും ഡൈമറൈസേഷൻ നടക്കും. അപ്പോൾ 2 ആൾക്കാർ ആദ്യം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിരുന്നത് 2 ആളും കൂടി ചേർന്നിട്ട് ഒറ്റ ആളായി മാറും. അപ്പോൾ വാൻ ഹോ ഫാക്ടർ എത്ര ഉണ്ടാവുക? നമ്പർ ഓഫ് പാർട്സ് ആഫ്റ്റർ, ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്പർ ഓഫ് പാർട്ട് 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്സ് ബിഫോർ, ഇതിന് മുമ്പ് എത്ര? 2, സോ 1/2. അപ്പോൾ ഡൈമറൈസേഷൻ ആണെങ്കിൽ 1/2, ട്രൈമറൈസേഷൻ ആണെങ്കിലോ 1/3 എന്ന് വരും. ട്രൈമറൈസേഷൻ ആണെങ്കിൽ 1/3 എന്ന് വരും. ടെട്രാമറൈസേഷൻ 1/4 എന്ന് വരും. പെൻറ്റാമറൈസേഷൻ 1/5 എന്ന് വരും. അപ്പോൾ ആ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വാൻ ഹോ ഫാക്ടർ കണ്ടെത്താൻ പറ്റും. ഇതാണ് അസോസിയേഷൻ, 2 ആൾ കൂടിച്ചേരൽ. എന്നാൽ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസോസിയേഷൻ, വിട്ടുപിരിയൽ. അതെവിടെ സംഭവിക്കുക? അയോണിക് കോമ്പൗണ്ടുകളിലാണ്, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ. അത് സിമ്പിളാണ്. നിങ്ങൾ അതിൽ അയോൺസിൻ്റെ എണ്ണം കെട്ട് എടുത്ത് എഴുതിയാൽ മതി. NaCl എന്ന് പറഞ്ഞാൽ I എത്ര? 2. എങ്ങനെ മനസ്സിലായി? ഇതവിടെ Na1 Cl1 എണ്ണം കെട്ട് എടുത്ത് എഴുതിയാൽ മതി. AlCl3 I എത്ര? 4. അലുമിനിയം 1 ക്ലോറിൻ 3 ടോട്ടൽ കൂട്ടി എഴുതുക. MgCl2 1 Mg 2 ക്ലോറിൻ I = 3. K4 എഫിഷ്യൻ 6 ടൈംസ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. കാറ്റിയോൺ 4 എണ്ണം, ആനിയോൺ 1 എണ്ണം, സോ I = 5. ഇങ്ങനെയൊക്കെ വരാം.
മനസ്സിലായില്ലേ? അപ്പോൾ ഡിസോസിയേഷൻ ആണെങ്കിൽ വാൻ ഹോ ഫാക്ടർ കാണാൻ ഭയങ്കര എളുപ്പമാണ്. എടാ ഈ വാൻ ഹോ ഫാക്ടറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലുണ്ട്. അതെന്താ വായിച്ചോട്ടോ. വാട്ട് ഹാപ്പൻസ് ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെൻ NaCl is dissolved in water? വെള്ളത്തിൽ NaCl ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് സംഭവിക്കുക? നമുക്കറിയാം വാൻ ഹോ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ തിയറി പ്രകാരം നമ്മൾ കണ്ടെത്തി വെച്ചൊരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവും. പക്ഷേ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടുവച്ചതിനേക്കാളും വ്യത്യസ്തമായി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ വ്യത്യാസം വരുന്ന വാല്യൂ ആണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതാണ് ചോദ്യം. ഈ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കും? നമ്മളെങ്ങനെ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണുക? ദാ ഈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, I ഇൻറ്റു കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. NaCl വെള്ളത്തിൽ കലക്കിയാൽ ഐയുടെ വാല്യൂ എത്ര? 2 ആണ്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നല്ലേ ഇവിടെ കിട്ടുക? ഐയുടെ വാല്യൂ 2 ആയതുകൊണ്ട്. വിച്ച് മീൻസ് നമ്മൾ കടലാസിൽ കണക്കൂട്ടിയാൽ കിട്ടുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡബിൾ ആയിരിക്കും നമുക്കവിടെ വിസിബിൾ ആവുക. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് NaCl is dissolved in water? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഗെറ്റ്സ് ഡബിൾഡ്. എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ഡബിളായി മാറും എന്നതാണ് അതിൻ്റെ ആൻസർ. ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, എന്നാലും മാർക്ക് കിട്ടുക. ആ മാർക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. ഫൈനലി therefore കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഗെറ്റ്സ് ഡബിൾഡ് എന്നുകൂടി എഴുതി വെച്ചാൽ പരിപാടി സിമ്പിളായി. കുഞ്ഞെ, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ CM അക്കാഡമി നിങ്ങൾക്കൊരു കിഡിലൻ ഓഫറാണ് തരുന്നത്. നിങ്ങൾക്ക് ബെസ്റ്റ്, നിങ്ങൾ എത്ര മാർക്കുള്ളവരാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ഏറ്റെടുത്ത് പഠിപ്പിക്കും. 100 വിദ്യാർത്ഥികൾ റിപ്പീറ്റ് ചെയ്തിട്ട് 30 വിദ്യാർത്ഥികൾക്ക് MBBS കിട്ടുക എന്നത് വളരെ ഗ്ലാമറസ് റിസൾട്ടാണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. 1.25 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് 1200 ആൾക്കല്ലേടാ എൻട്രൻസ് കിട്ടണേ എന്ന് പറഞ്ഞാൽ 1%. ആ 1%-ന് പകരം 30%ഓളം റിസൾട്ട് CM അക്കാഡമിയിൽ റെഗുലറായി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം ഞങ്ങളുടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്കാഡമിക്സ് ആണ്, ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കഴിവ് തന്നെയാണ്. കൃത്യമായി നിങ്ങൾക്ക് ടൈം ബൗണ്ടഡായി ക്ലാസ് എടുത്ത് തീർത്ത് കൃത്യമായിട്ടുള്ള അടിപൊളി റിവിഷനും തന്ന് നിങ്ങൾ എക്സാമിന് കൊണ്ടു നടക്കുമ്പോൾ അങ്ങനെ മറ്റൊരു സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റാത്ത അത്രയും ഫെസിലിറ്റി നിങ്ങൾക്ക് ഞങ്ങൾ തരും. അത് ഓൺലൈനായും ഓഫ്ലൈനായും അടുത്ത വർഷം ഞങ്ങൾ റിപ്പീറ്റ് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 5000 ഫീസ് അടച്ച് ഇപ്പോഴേ സീറ്റ് ബുക്ക് ചെയ്യാം. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളിലേക്ക് മാത്രമേ ഞങ്ങൾ എല്ലാ വർഷവും അഡ്മിഷൻ എടുക്കാറുള്ളൂ. ഈ നമ്പറിലൊന്ന്, ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്, എന്നെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.